ഇനി വരുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിൽ 10ൽ 10 മാർക്കും സ്കോർ ചെയ്യാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ PYQ സെറ്റ് പഠിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കൂടെ ഇരുന്ന് കഴുത്തറക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ വിനാശകാല വിപരീത ബുദ്ധി, ബി കെട്ടകാലത്ത് കെട്ട ബുദ്ധി, സി കൂട് വിട്ട് കൂട് മാറുക, ഡി അടുത്തുകൂടി ചതിക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അടുത്തുകൂടി ചതിക്കുക. അടുത്ത ചോദ്യം, അറൗണ്ട് ദ കോർണർ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ അടുത്തു വരിക, ബി തല കറങ്ങുക, സി അരികിലാക്കുക, ഡി പ്രദക്ഷിണം വയ്ക്കുക. ഈ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ് കേട്ടോ. ഫൈനൽ ആൻസർ ഈ പ്രകാരം ക്യാൻസൽ ആയതാണ്. ഇനി അടുത്ത ചോദ്യം, തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻസ്: എ ഗർഭിണിയായ അവന്റെ ഭാര്യയെ ആശുപത്രിയിലാക്കി, ബി 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയശതമാനം ഇത്തവണ 100ൽ 95 സി ഏകദേശം 358 പേർ യോഗത്തിൽ പങ്കെടുത്തു, ഡി വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. അടുത്ത ചോദ്യം നോക്കാം, പ്രസംഗിക്കുന്നയാൾ എന്നതിനുള്ള ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻസ്: എ പ്രസംഗകൻ, ബി പ്രാസംഗികൻ, സി പ്രാസംഗകൻ, ഡി പ്രസംഗികൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രസംഗകൻ. ഇനി തണുപ്പുണ്ട് എന്നത് പിരിച്ചെഴുതിയാൽ ഓപ്ഷൻസ്: എ തണുപ്പ് പ്ലസ് ഉണ്ട്, ബി തണുപ്പ് ഉണ്ട്, സി തണുപ്പ് പ്ലസ് ഉണ്ട്, ഡി തണുപ്പു ഉണ്ട്. ആൻസർ ഓപ്ഷൻ എ ആണ്, തണുപ്പ് പ്ലസ് ഉണ്ട്. പെരുമ്പറ ചേർത്ത് എഴുതിയാൽ കിട്ടുന്നത് പെരുമ്പറ, ബി പെരുമ്പാറ, സി പെരുമ്പറ, ഡി പെരുവറ. ആൻസർ ഓപ്ഷൻ സി ആണ്, പെരുമ്പറ. ഇനി ഭൂമിയുടെ പര്യായപദം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: എ ധരണി, ബി വസുധ, സി മേദിനി, ഡി ജനിത്രി. 97 ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജനിത്രി. ഭൂമിയുടെ പര്യായപദം അല്ലാത്തതാണ് ചോദിച്ചത്, ജനിത്രി. വിപരീത പദം എഴുതുക. വിവൃതം. ഓപ്ഷൻസ്: എ ആവൃതം, ബി സംവൃതം, സി അനാവൃതം, ഡി സംവിവൃതം. ആൻസർ ഓപ്ഷൻ ബി സംവൃതം. 99 ഒറ്റപ്പദമാക്കുക. എല്ലാ ജനങ്ങൾക്കും ബാധകമായ. സർവജനീയം, ബി സർവജനപ്രിയ, സി സർവജനീനം, ഡി സർവജിത്ത്. ആൻസർ ഓപ്ഷൻ എ സർവജനീയം. സർവജനീയം എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങൾക്കും ബാധകമായ, അതിന്റെ ഒറ്റപ്പദമാണ് സർവജനീയം. എതിർലിംഗം എഴുതുക. യാത്രികൻ. ഈ ചോദ്യവും ക്യാൻസൽ ചെയ്തതാണ് കേട്ടോ. ഫൈനൽ ആൻസർ ഈ പ്രകാരം ഈ ചോദ്യവും ക്യാൻസൽ ആണ്. നമ്മളിന്ന് 8 ചോദ്യോത്തരങ്ങളാണ് പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു PYQ സെറ്റ് നോക്കാം. ഇംഗ്ലീഷും മലയാളം മാക്സിമം ക്വസ്റ്റ്യൻസ് പഠിച്ചു പോവുകയാണ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൽ ഈ 2 ടോപ്പിക്കിലും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനോട് എല്ലാവരും ഫോളോ ചെയ്യുക. താങ്ക് യു.